ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു സംശയമാണ് ഇടിമിന്നലുള്ളപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ എന്ന്. പല സമയത്തും പലയിടത്തും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ധാരാളം പേർ ഇത്തരം ചോദ്യങ്ങളുമായി മുന്നോട്ട് വരാറുണ്ട്. സത്യത്തിൽ ഇടിമിന്നലും മൊബൈൽ ഫോണും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? എന്താണ് ഇടിമിന്നൽ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇടി എന്ന് പറയുന്നത് മിന്നലിൻ്റെ സൗണ്ടാണ്. മിന്നൽ എന്ന് പറയുന്നത് വൈദ്യുതിയാണ്. കാർമേഘങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈദ്യുതിയാണ് മിന്നൽ എന്നത്. അതിൻ്റെ വെളിച്ചമാണ് നമ്മൾ കാണുന്നത്. ഈ മിന്നൽ എന്ന വൈദ്യുതി ഭൂമിയിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കണ്ടക്ടർ വഴി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരമോ വീടോ ഒരു മനുഷ്യനോ, അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റായി നിൽക്കുന്നത് എന്താണോ അതിൽ തട്ടിയാണ് താഴോട്ട് വരുന്നത്. ഇങ്ങനെയാണ് മിന്നലേൽക്കുന്നത്, മനുഷ്യനായാലും വീടിനായാലും. ഇനി ഇലക്ട്രിക് ലൈൻ വഴി മിന്നലേൽക്കാറുണ്ട് വീടുകളിലേക്ക്. അത് ലൈൻ വലിച്ച കമ്പിയിൽ മിന്നലേൽക്കുകയും അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ മിന്നലേൽക്കുകയും ആ മിന്നൽ വൈദ്യുതി നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് നമ്മുടെ ടി വിയും കമ്പ്യൂട്ടറും ബൾബും എ സിയും എല്ലാം ഹൈ വോൾട്ടേജ് വന്ന് അടിച്ചു പോകും. കാരണം മിന്നൽ വോൾട്ടേജ് ലക്ഷക്കണക്കിൽ വോൾട്ടേജാണ്. വീട്ടിലെ ലൈൻ വോൾട്ടേജ് 230 വോൾട്ടാണെങ്കിൽ മിന്നൽ എന്ന വൈദ്യുതി ലക്ഷക്കണക്കിലാണ്. ഇതുവരെ അളന്ന് തിട്ടപ്പെടുത്താൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല, ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അത്രയും ഭയാനകമാണ് മിന്നൽ വൈദ്യുതി. എന്നാൽ മൊബൈൽ ഫോണിൽ എന്താണ് ബന്ധം? സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ മിന്നൽ ഏൽക്കുമോ? ഒരിക്കലുമില്ല. സയൻസിൽ തിയറിറ്റിക്കലി ഇത് തെളിയിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക്കലി അത് തെളിയിച്ചതാണ്. മിന്നൽ വൈദ്യുതി കടന്നു പോകാൻ ഒരു ചാലകം വേണം, ഒരു കണ്ടക്ടർ വേണം. എന്നാൽ ടവറിൽ നിന്നും മൊബൈൽ ഫോണിലേക്ക് വരുന്ന വയർലെസ് സിഗ്നലിലൂടെ ഈ മിന്നൽ വൈദ്യുതിക്ക് കടന്നു വരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മൊബൈലിലേക്ക് മിന്നൽ ഏൽക്കുകയില്ല, മിന്നൽ സമയത്ത് മൊബൈലിൽ വിളിക്കാം എന്ന് പറയാനുള്ള കാരണം. ഇനി പല പത്രങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ടി വിയിലും പലയിടത്തും ഞാനും വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ. എന്താ, മൊബൈൽ ഫോണിൽ സംസാരിക്കവേ മിന്നലേറ്റ് മരിച്ചു, മിന്നലിൽ നിന്നും മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ മിന്നലേറ്റ് അപകടം സംഭവിച്ചു എന്നൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ട്. ഇതും മൊബൈലുമായിട്ട് ഒരു ബന്ധമില്ല. ഞാനതിന് മറുപടി കൊടുത്തത് ഇതാണ്: ഒരാൾ പഴംപൊരി തിന്നുകൊണ്ടിരിക്കുമ്പോൾ മിന്നലേറ്റു, ഇനി മുതൽ മിന്നലുള്ളപ്പോൾ പഴംപൊരി തിന്നരുത്. അതാണോ ശരി? അപ്പോൾ മിന്നലും മൊബൈലും തമ്മിൽ ഒരു ബന്ധമില്ല, മിന്നലും പഴംപൊരിയും തമ്മിൽ ഒരു ബന്ധമില്ല. അതുകൊണ്ട് മിന്നലുള്ളപ്പോൾ ധാരാളം ഫോൺ ചെയ്യുക, മൊബൈൽ ഫോണിൽ തന്നെ സംസാരിക്കുക. എവിടെയെങ്കിലും അപകടം നടന്നോ കുടുംബത്തിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുക. ഇവിടെ നല്ല കാറ്റും മഴയും ഇടിയും മിന്നുമാണ്, വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അയൽപ്പക്കത്തൊക്കെ വിളിച്ച് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് മൊബൈൽ ഫോണാണ്. കാരണം മിന്നൽ മൊബൈൽ ഫോൺ വഴി കടന്നു വരില്ല. സാധാരണ ഫോൺ, ലാൻഡ് ഫോൺ ഒരിക്കലും എടുക്കരുത്, അതുവഴി കടന്നു വരും. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പല ആളുകൾക്കും മിന്നൽ മൊബൈൽ ഫോണിലൂടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? അതിൻ്റെ ചാർജർ വഴി. ഒരിക്കലും ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. അത് മിന്നലേൽക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ലൈനിലൂടെ, ഇലക്ട്രിക്കൽ ലൈനിലൂടെ കടന്നു വരുന്നത് ചാർജർ വഴി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തി അത് നമ്മുടെ ചെവിയിലൂടെ, ബോഡിയിലൂടെ പെട്ടെന്ന് ഷോക്കടിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അരുത്. ഇനി ഇടിമിന്നലില്ലാത്ത സമയത്ത് പോലും ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. വളരെ വലിയ അപകടമാണ്. കാരണം നമ്മുടെ പരിസരത്ത് മിന്നൽ ഒരു പക്ഷേ ഉണ്ടാകണമെന്നില്ല, പക്ഷേ മറ്റെവിടെയെങ്കിലും മിന്നലുണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ലൈനിലൂടെ വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സംഭാഷണമെങ്കിൽ തീർച്ചയായും മിന്നലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ മിന്നലുള്ളപ്പോൾ മൊബൈൽ ഫോൺ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കരുത്. ഇനി മറ്റൊന്ന്, കയ്യിൽ നിന്നും ഈ മൊബൈൽ ഫോൺ ഏറ്റവും പെട്ടെന്ന് ഇടി മിന്നൽ സമയത്ത് വയറുകളൊക്കെ ചാർജറിൽ നിന്നൊക്കെ ഡിസ്കണക്ട് ചെയ്ത് വെക്കണം. കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വെക്കുകയും വേണം. ചാർജിങ് പോലും ആ സമയത്ത് നല്ലതല്ല എന്നാണ് ഇതിൻ്റെ ആളുകൾ പറയുന്നത്. കാരണം ചാർജിങ് സംവിധാനം തകരാറിലായി ഇടിമിന്നലേറ്റ് മൊബൈൽ ഫോണിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്യാം, ഇടിമിന്നൽ സമയത്ത് മൊബൈൽ ഫോൺ വിളിക്കാമോ, ഉപയോഗിക്കാമോ? യെസ് എന്നാണ് ഉത്തരം. തീർച്ചയായും സംസാരിക്കാം, വിളിക്കാം, ഉപയോഗിക്കാം. ഇതും മിന്നലും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക.